വെൽക്കം ടു ബുദ്ധ സ്ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി 3BHK വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനുള്ളിൽ 4 സെന്റ് സ്ഥലത്ത് 1300 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 2 കാർ പാർക്കിംഗ് സഹിതമാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് സ്റ്റേറ്റ് ഹൈവേയിലേക്ക് 250 മീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 8.6 കിലോമീറ്ററും കാക്കനാടേക്ക് 12 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 22 കിലോമീറ്ററും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 10 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 14 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലായിട്ടാണ് ഈ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ട് വരുന്നത്. വില്ലയുടെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി ബ്രിക്ക് ഡിസൈനുള്ള ടൈലും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. 4 മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. കോമ്പൗണ്ട് വാൾ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ പർഗോള ഡിസൈൻ ഒക്കെ നൽകി വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. 4 മീറ്ററോളം തന്നെയാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുള്ള സ്പേഷ്യസ് ആയ ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ തെക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായുമുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. സൗത്ത് സൈഡിലായിട്ട് 11.5 അടിയോളമാണ് വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ 2 കാർ പാർക്കിംഗ് സൗകര്യവും വരുന്നത്. കൂടാതെ സൗത്ത് ഈസ്റ്റ് കോർണറിലായി KW വാട്ടർ കണക്ഷനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. വീടിന്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3.5 അടിയോളമാണ് ഈ ഒരു ഭാഗത്തേക്ക് വിടുത്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് തിരിച്ചിരിക്കുന്നത്. വീടിന്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4.5 അടിയിലേറെയാണ് വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ മെറ്റൽ ചിപ്സും ഇന്റർലോക്ക് കട്ടകളുമാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള ഒരു പ്രൊവിഷനായിട്ട് കൂടിയാണ് വരുന്നത്. വീടിന്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും 4 അടിയോളമാണ് വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ്. 2 ചെയറൊക്കെ ഇടാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. കോർണറിലായി വരുന്ന പില്ലറിന് വുഡൻ ടെക്സ്ചറിലുള്ള വാൾ ടൈലാണ് നൽകിയിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന്റെ മെയിൻ ഡോർ മഹാഗഡിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ലിവിംഗ് റൂമിലേക്കാണ്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 16 അടിയോളം നീളവും 9.5 അടി വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകൾക്കെല്ലാം തന്നെ റോമൻ കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സോഫ സെറ്റിന് കോഫി ടേബിളിനുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാൻ സ്പോട്ട് ലൈറ്റും നൽകിയിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു പാർട്ടീഷൻ ലഭിക്കുന്നുണ്ട്. അതിനും സ്റ്റോറേജ് സ്പേസും ഡക്കർ സ്പേസും എല്ലാം നൽകി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്തായി കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്ക് വരാം. 11 അടി നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. മുകളിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ഫാനും സ്പോട്ട് ലൈറ്റും ഉൾപ്പെടെയാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിന്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ്. ഭംഗിയുള്ളൊരു മിററും താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും ഒക്കെ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ GMന്റെ സ്വിച്ചസും വീഗാന്റെ വയേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേൺ ഉള്ള ടൈലുകളാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ക്ലോസ്ഡ് കിച്ചൺ ഡീറ്റെയിൽസിലേക്ക് വരാം. കിച്ചന്റെ ഡോറ് സ്കിൻ ഡോറും ആണ് വരുന്നത്. ഗ്ലാസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പോർഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. 2 ലെയറായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഓപ്പൺ ബോക്സും എല്ലാം നൽകിയിട്ടുണ്ട്. വലുപ്പമുള്ളൊരു സിംഗിൾ 2 ടാപ്പ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റ് കാര്യങ്ങളും എല്ലാം ഈ ഒരു കിച്ചണിൽ വന്നിട്ടുണ്ട്. സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ സ്കിൻ ഡോറിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയാണ് ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. എക്സോസ്റ്റ് ഫാനും ഹീറ്റിനുള്ള പോയിന്റും എല്ലാം തന്നെ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും സ്കിൻ ഡോറിലാണ് വരുന്നത്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. വിൻഡോയ്ക്ക് റോമൻ കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിന് 11 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് വരുന്നത്.
സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. എക്സ്പോസ്റ്റ് ഫാനും കിച്ചണുള്ള പോർഷനും എല്ലാം ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വരുന്നത് SS-ലാണ്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. കൂടാതെ സൗത്തിലേക്കും ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ ഈ ഒരു പാസേജിലേക്കാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. സീലിംഗിൽ ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറിലാണ് വരുന്നത്. 10 അടിയിലേറെ നീളവും 8 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിൽ സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാർഡ്രോബ് ഒക്കെ വെക്കാനായിട്ടൊരു സ്പേസ് കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിലും എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഹീറ്റർ എന്നുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും എല്ലാം തന്നെ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റി വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണി വരുന്നത്. കോർണറായിട്ടുള്ള പില്ലറിന് വുഡൻ ടെക്സ്ചറിലുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ചെറിയൊരു ഓപ്പൺ ബാൽക്കണി കൂടി ലഭിക്കുന്നുണ്ട്. 4 സെന്റ് സ്ഥലത്ത് 1300 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 2 കാർ പാർക്കിംഗ് സഹിതമുള്ള ഈ ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിനുള്ളിലെ വീടിന് ചോദിക്കുന്നത് 59 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വില്ലകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.